ആവട്ടെ, നല്ല ആളാ. ഞാൻ നിന്നെ തെരഞ്ഞ് റൂമിലും കടയിലും ഒക്കെ പോയി. റൂമിലും കടയിലൊന്നും തന്നെ നോക്കിയിട്ട് കാര്യമല്ല. ഞാൻ കുറച്ച് കാശിനും വേണ്ടി ഇവിടെ നടക്കുക. മുതലാളിനോട് ചോദിച്ചു നോക്കിയില്ലേ? മുതലാളി മര്യാദക്ക് ശമ്പളം തരാതിരിക്കാൻ വല്ല പദ്ധതി ഉണ്ടോ എന്ന് ആലോചിച്ചെടുക്കുന്ന മഹാ അർക്കീസ എന്റെ മുതലാളി, എനിക്കറിയില്ലേ? എന്നിട്ടാ ഇപ്പൊ കടം തരുന്ന മൂപ്പര്. നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നില്ലേ? മനുഷ്യന് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി പടച്ചോൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് കുറച്ച് എനിക്കുണ്ടായി പോയി. അതുകൊണ്ടാ നിന്നോട് കാശ് കടം ചോദിക്കാത്തത്. എന്നാലേ ഇത് പിടിക്ക്, ഒരു ഉളുപ്പുള്ളവൻ. എന്താ അത്? നിനക്ക് നാട്ടിലേക്കാക്കുള്ള കാശ് 5000 ഉറുപ്പിയല്ല നിനക്ക് വേണ്ടത്. 35 ദിനാറുണ്ട്, ഇതുകൊണ്ട് അയക്ക്. ഈ ഞാൻ കൊന്നാലും ഞാൻ അത് വാങ്ങൂല. വീട്ടുകാർ പട്ടിണി കിടന്നാലും ശരി. കാരണം ഞാൻ പറയണോ? നിനക്ക് ഞാൻ തരാനുള്ള കാശിന്റെ വലുപ്പം ഓർത്തിട്ട് മനസമാധാനം എന്നോ പോയിട്ടുണ്ട്. കണക്ക് കൃത്യമായിട്ട് എൻ്റെ അടുത്തുണ്ട്. കണക്കിൻ്റെ അടുത്തുണ്ട്. മറ്റുള്ളവരുടെ മുമ്പ് പോയി ഇറക്കാതെ മര്യാദക്ക് ഇത് വാങ്ങിക്കോ, അതാ നിനക്ക് നല്ലത്. ഇതൊക്കെ എന്ന് തിരിച്ചിട്ടൊന്ന് പ്രതീക്ഷിച്ചിട്ടാ ഈ എനിക്ക് തരുന്നത്? 3 മാസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകും. 3 കൊല്ലം കഴിഞ്ഞാലും ഇത് മടക്കി തരാൻ എനിക്ക് കഴിയൂല. അതിനു മാത്രം ബാധ്യതകൾ എൻ്റെ തലയിൽ. 3 മാസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്നത്തേക്ക് കാശ് തിരിച്ചണമെന്ന് പറഞ്ഞോ? അല്ല, അളിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ? അല്ലാതെ എന്ത് ചെയ്യും? എൻ്റെ പെങ്ങൾക്ക് അവിടെ ജീവിക്കണ്ടേ? തൽക്കാലം ഒരു കാദ്യം വിസക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് ആലോചിക്കാം. പിന്നെ മറ്റന്നാൾ മുരളി നാട്ടിൽ പോകുന്നുണ്ട്. പൈസ അവൻ്റെ കയ്യിൽ കൊടുത്തേക്കണം. എന്നാ അങ്ങനെ ചെയ്യാം.